ദോശയും ദോശക്കല്ലും പിന്നെ ഞാനും തമ്മിലുള്ളൊരു ഭയങ്കരമായ യുദ്ധത്തിൻ്റെ ശബ്ദമാണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ ക്യാൻസറിന് കാരണമാകുമെന്ന് കേട്ടപ്പോഴേ വിചാരിച്ചതാണ് ഹൗസ് വാമിങ്ങിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്റ്റീലോ കാസ്റ്റേണോ മാത്രം മതി എൻ്റെ വീട്ടിൽ, നോൺ സ്റ്റിക്ക് വേണ്ടേ വേണ്ടാന്ന്. അതുമാത്രമല്ല, ദോശക്കല്ല് വലുത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നെയ് റോസ്റ്റും മസാല ദോശയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ എന്നുള്ളൊരു അത്യാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ, കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് എൻ്റെ വീട്ടിലെ ദോശയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇതിലേതായി ഇപ്പോൾ ട്രൈ ചെയ്യേണ്ടേ പടച്ചോനേന്നായി പോയി, അത്രയേറെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഭൂലോകം അടിച്ചിക്കോതയായതുകൊണ്ട് ഉള്ളതിലേറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ കുറേ പേര് പറഞ്ഞ ഒരു മെത്തേഡാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്നുള്ള അവസ്ഥയായിപ്പോയി. അച്ചാളം പുച്ചാളം യുദ്ധം ചെയ്താൽ മാത്രം വിട്ടുപോരുന്ന എൻ്റെ ദോശ ഒരു സ്പാച്ചുലയുടെ പോലും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പൊന്തി വരുന്ന കാഴ്ചയാണ് ഞാൻ പിന്നെ കണ്ടത്. കേവലം ഒരു കോയിൻ്റെ മുട്ടയ്ക്ക് എൻ്റെ ഈ ഒരു വലിയ പ്രശ്നത്തിന്, അതും രണ്ടര വർഷമായി ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഇത്ര പെട്ടെന്ന് പരിഹാരം കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നനച്ചതേയില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് വാങ്ങി പെട്ടുപോയവർക്ക് ഇതൊരു നല്ല ടിപ്പാണ്. ദോശ ചുടുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഒരു മുട്ട അങ്ങോട്ട് ചിക്കി എടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു റോക്കിൻ്റെ ദോശത്തവ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതുവരെ പറഞ്ഞ പോലെയല്ല, ഇവനാൾ പുലിയാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങണം എന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ എൻ്റെ പേരില്ലേ, ഫാസസ്റ്റ് എന്നുള്ള പേരിൻ്റെ തൊട്ട് മേലെയായിട്ട് ലിങ്ക് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് എൻ്റെ ഈ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം. താങ്ക് യു, ബൈ.